മിക്സ് വെജിറ്റബിൾ കുറുമ പ്രഷർ കുക്കറിൽ നമുക്ക് എങ്ങനെ തയ്യാറാക്കുന്നത് നോക്കാം. ചപ്പാത്തി, കേരള പൊറോട്ട, പൂരി, ഇടിയപ്പം, ആപ്പം എന്തിൻ്റെ കൂടെ വേണമെങ്കിലും നമുക്കിത് വിളമ്പാവുന്നതാണ്. ഇത് തയ്യാറാക്കാനായിട്ട് ആദ്യം കുക്കറിൽ 2 ടേബിൾ സ്പൂൺ എണ്ണ ചൂടാക്കുന്നുണ്ട്. കൂടെ ഏലക്ക, പട്ട, ഗ്രാമ്പു, തക്കോലം, പെരിഞ്ജീരകവും ഇട്ട് മൂപ്പിക്കും. പെരിഞ്ജീരകം നന്നായിട്ടൊന്ന് മൂത്ത് വരുമ്പം അതിലേക്ക് അരിഞ്ഞു വെച്ചിരിക്കുന്ന 2 സവാള ഇട്ട് സവാളയുടെ നിറം ഒന്ന് മാറി കിട്ടുന്നത് വരെ വഴറ്റിയെടുക്കുക. ഇതിൻ്റെ കൂടെ 2 ടീസ്പൂൺ ഇഞ്ചി അരിഞ്ഞതും ചേർക്കുന്നുണ്ട്. ഇതിലേക്ക് ഞാൻ വെളുത്തുള്ളി ചേർത്തിട്ടില്ല, ചേർക്കാൻ ഇഷ്ടമുള്ളവർക്ക് ചേർക്കാം. നന്നായിട്ടൊന്ന് മൂത്ത് നിറം മാറി വരുമ്പം 2 തക്കാളിയും കൂടെ അരിഞ്ഞത് ചേർത്ത് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കുക. ഈ കൂട്ടിൽ എണ്ണ ഒന്ന് തെളിഞ്ഞ് വരുമ്പം അതിൽ നിന്ന് തന്നെ 1/2 കപ്പോളം കൂട്ട് മാറ്റി വയ്ക്കാം. മസാല അരയ്ക്കുന്ന കൂട്ടത്തിൽ അതും കൂടെ അരയ്ക്കാം. ബാക്കിയുള്ള കൂട്ടിലേക്ക് ശകലം കരിവേപ്പിലയും 1-2 ബേ ലീഫ് ചെറുതായതുകൊണ്ട് 2 എണ്ണം ചേർത്തതാണ്. നന്നായിട്ടൊന്ന് വഴറ്റി ഇതിലേക്ക് പൊടികൾ ചേർക്കാം. പൊടികളിൽ 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1 ടീസ്പൂൺ മല്ലിപ്പൊടി, കൂടെ 1 ടീസ്പൂൺ കാശ്മീരി മുളക് പൊടിയാണ് ചേർത്തത്. എരിവ് കൂടുതൽ വേണമെന്നുള്ളവർക്ക് കൂടുതൽ ചേർക്കുക. പൊടികൾ ചേർത്ത് വഴറ്റുമ്പോൾ തന്നെ അതിലേക്ക് 1/2 കപ്പോളം വെള്ളവും കൂടെ ചേർക്കുക. മസാല കരിഞ്ഞു പോവാതിരിക്കാനായിട്ടാണ്. അതിൽ വെള്ളം തെളിയുന്ന സമയത്ത് നമുക്ക് അരപ്പിനുള്ള കൂട്ട് അരച്ചെടുക്കാം. അപ്പം മാറ്റി വെച്ചിരുന്ന ആ മസാലക്കൂട്ടിൻ്റെ കൂടെ 2 പച്ചമുളകും 1/2 കപ്പ് തേങ്ങയും അണ്ടിപ്പരിപ്പും കസ്കസുമാണ് എടുത്തിരിക്കുന്നത്. കൂടെ ശകലം സൺഫ്ലവർ സീഡ്സും കുതിർത്ത് നന്നായിട്ട് കഴുകി വെള്ളം ഒഴിച്ച് വേണം അരയ്ക്കാനായിട്ട്. ഇതുപോലെ മഷി പോലെ അരച്ചെടുത്ത് മാറ്റി വയ്ക്കുക. സമയത്ത് മസാല നന്നായിട്ട് മൂത്ത് കിട്ടി കാണും. ഇതിലേക്ക് അരിഞ്ഞു വെച്ചിരിക്കുന്ന കഷ്ണങ്ങൾ ചേർക്കാം. ഇതിലിപ്പോൾ 3 ഉരുളക്കിഴങ്ങ്, 2 ക്യാരറ്റ്, അല്ലാതെ 1/2 കപ്പ് ഗ്രീൻ പീസുമാണ് ചേർത്തിരിക്കുന്നത്. ഏതൊക്കെയാണോ പച്ചക്കറികൾ ഇഷ്ടം, ബീൻസ് ഇഷ്ടമാണെങ്കിൽ ബീൻസ്, കോളിഫ്ലവർ ഏത് വേണമെങ്കിലും ഇതിലേക്ക് ചേർക്കാവുന്നതാണ്. അപ്പം കയ്യിലുള്ള പച്ചക്കറികൾ മാത്രമാണ് ഞാനിവിടെ ചേർത്തിരിക്കുന്നത്. ഉരുളക്കിഴങ്ങും ക്യാരറ്റും ഗ്രീൻ പീസും ചേർത്തിട്ടുണ്ട്. കൂടെ അരച്ച് വെച്ചിരിക്കുന്ന പേസ്റ്റും ആവശ്യത്തിനുള്ള വെള്ളവും കൂടെ ചേർക്കുക. അപ്പം മിക്സി കഴുകി തന്നെ നന്നായിട്ട് നമുക്ക് ചേർക്കാം. കഷ്ണങ്ങൾ മുങ്ങി വെള്ളം ശകലം മുകളിൽ നിൽക്കുന്ന രീതിയിൽ വെള്ളം ചേർത്ത് നന്നായിട്ടൊന്ന് യോജിപ്പിച്ചെടുക്കുക. ഇതിലേക്ക് സ്വാദിനാവശ്യമുള്ള ഉപ്പും കൂടെ ചേർത്ത് അടപ്പ് വെച്ച് അടച്ച് പ്രഷർ കുക്ക് ചെയ്ത് എടുക്കാം. 2 മുതൽ 3 വിസിൽ വരെ വേവിച്ചാൽ മതി. പ്രഷർ നല്ലോണം താന്നതിന് ശേഷം അടപ്പ് തുറക്കുമ്പം മുകളിലെ എണ്ണ നന്നായിട്ട് തെളിഞ്ഞു വന്നിട്ടുണ്ട്. അപ്പം മസാലകളൊക്കെ നന്നായിട്ട് വെന്ത് കിട്ടിയിട്ടുണ്ട്. നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിച്ച് ഇതിലേക്ക് 1/2 ടീസ്പൂണോളം ഗരം മസാലപ്പൊടിയും, സ്വാദിന് എത്രയാണോ മല്ലിയില ഇഷ്ടം അതനുസരിച്ച് മല്ലിയിലയും, കൂടെ 2 മുതൽ 3 ടേബിൾ സ്പൂൺ വരെ തൈര് നല്ലോണം ഉടച്ച് വേണം ചേർക്കാനായിട്ട്. തൈരും കൂടെ ചേർത്ത് നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിക്കുക. തൈര് നല്ലോണം കലങ്ങി കിട്ടണം, ഇല്ലെങ്കിൽ തൈര് പിരിയും. തൈരും കൂടെ ചേർത്ത് നല്ലോണം തിളച്ച് വരുമ്പം അതിലേക്ക് 1 ടീസ്പൂൺ ശർക്കര ചേർക്കുക. അതിൻ്റെ എരിവും പുളിയും ഒക്കെ നന്നായിട്ടൊന്ന് ബാലൻസ് ചെയ്ത് കിട്ടുകയും ചെയ്യും. ഈ രീതിയിൽ ഇതുപോലെ കുക്കറിൽ വളരെ നമുക്ക് ഒരുപാട് ബുദ്ധിമുട്ടില്ലാതെ മിക്സ് വെജിറ്റബിൾ കുറുമ തയ്യാറാക്കിയെടുക്കാം. ഇതും കേരള പൊറോട്ടയുടെ കൂടെ ചപ്പാത്തി, ഫുൽക്ക, പൂരി, ഇടിയപ്പം
അപ്പം അല്ല ദോശയുടെ കൂടെ വിളമ്പാൻ ഇഷ്ടമാണെങ്കിൽ അതിൻ്റെ കൂടെ നമുക്കിത് വിളമ്പാവുന്നതാണ്. കുക്കറിൽ ഇതുപോലെ വെജിറ്റബിൾ കുറുമ തയ്യാറാക്കി നോക്കുക.